ഹലോ, നമസ്കാരം. ജനങ്ങളും ജനങ്ങളുടെ നികുതി പണവും നമ്മളെ പൈസയും, അതാണ് വിഷയം. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ പോയേക്കാം. എല്ലാവരും കേൾക്കണേ. നിങ്ങളെല്ലാവരും ഇത് കേൾക്കേണ്ട സംഭവം. ഫസ്റ്റ് ഞാൻ പറയാം, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമാണ്. ഇവിടെ നമ്മൾ നികുതി അടച്ചിട്ടാണ് സർക്കാർ ഖജനാവിലേക്ക്. എത്ര നികുതിയുണ്ട് നിങ്ങളൊന്ന് ചാറ്റ് GPT ചോദിച്ചാൽ മതി. നമ്മൾ ജനങ്ങളെ കയ്യിൽ നിന്ന് എത്ര നികുതി ഇവരെടുക്കുന്നുണ്ട്. എന്നിട്ടോ ഇവരൊരു സ്ഥലത്ത് വന്നാൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം. ശരിക്കും അങ്ങനെയാണോ നിൽക്കേണ്ടത്? അങ്ങനെയല്ല നിൽക്കേണ്ടത്. ഈ മന്ത്രിമാരായാലും MLA മാരായാലും നമ്മൾ ഒരു എക്സ്കോർട്ട് വേണം. അതൊക്കെ അത് അവരെ പ്രിവിലേജിനെ ബാധിക്കുന്ന കാര്യമാണ്. എക്സ്കോർട്ട് വേണം എന്തായാലും. അപ്പോൾ നമ്മളെ ജനങ്ങളുടെ ഇടയിലേക്കല്ലേ അവർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നാളെ മുതൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പറയുന്നു, നാളെ മുതൽ നമ്മൾ നികുതി അടക്കുന്നില്ല, നിങ്ങൾ നമ്മളെ കൊന്നോളൂ. അന്നേരം ഇവരെന്താക്കുന്ന, പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചവരെ ഇവർ നമ്മളെ ആക്രമിച്ചിട്ട് നികുതി പിരിപ്പിക്കും. അല്ലാണ്ട് ഇവർക്ക് ഇത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ സിസ്റ്റം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം ഞാനും നിങ്ങളും നമ്മുടെ സമൂഹം അടങ്ങുന്ന കോടിക്കണക്കിന് പൈസ ഇട്ടാണ്. ഞാനൊരു ഹാൻഡിക്കാപ്ഡ് ആളാണ്, ഭിന്നശേഷിക്കാരനാണ്. എന്നെപ്പോലത്തെ ഓരോരാൾക്ക് ഇവർ പെൻഷൻ കൊടുക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ ആൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇത് കുലുക്കി ഉണ്ടാക്കുന്ന പൈസയല്ല. കുലുക്കിയിട്ടൊന്നും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ലീഡർഷിപ്പിലൂടെ ഇതിങ്ങനെ സപ്ലൈ ചെയ്തിട്ട് ഓരോ ജനങ്ങൾക്ക് എത്തിക്കാനാണ്. പക്ഷെ ഇവരെല്ലാം കണ്ടാൽ, ഇവരെ പ്രോട്ടോക്കോൾ ഒലക്കിയും കണ്ട കേൾക്കും, നമ്മൾ ഇവരെ കൈമിന്ന് പൈസ എടുത്തിട്ട് നമ്മളെ പോറ്റിയിട്ടാണ് ഇവർ ഇതാക്കുന്നത്. നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയും അല്ല സർക്കാർ. നമ്മളെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും വീട്ടിൽ പോയി പണിയെടുത്തിട്ടാണ് നമ്മളെ പോറ്റുന്നത്. വീട്ടിൽ പോയിട്ട് പണിയെടുത്ത് പോറ്റുന്ന നമ്മൾ അച്ഛനും അമ്മയെ അനുസരിക്കണം. അതിൻ്റെ ബാധ്യത നമുക്കുണ്ട്. നിശ്ചിത പ്രായം വരെ, നമ്മൾ സ്വന്തമായി അധ്വാനിക്കുന്ന പ്രായം വരെ നമുക്ക് സ്നേഹം, വിശ്വാസം എല്ലാം ഉള്ളേ. പിന്നെ നമ്മൾ തിരിച്ച് അച്ഛനും അമ്മയെ നോക്കുമ്പോൾ അവർ നമ്മളെ അനുസരിക്കണം. അല്ലാണ്ട് ഈ അച്ഛനും അമ്മയും സർക്കാർ കുലുക്കി ഉണ്ടാക്കിയിട്ട് നമ്മളെ നോക്കുന്നതല്ല. ഒരു സിസ്റ്റത്തിലൂടെ നമ്മളെ നികുതി അവർ പിരിച്ചെടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി അടുത്ത സിനിമാ നടന്മാർ ഇപ്പം മോഹൻലാൽ നല്ല കഴിവുണ്ട്, മമ്മൂട്ടിക്ക് നല്ല കഴിവുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കഴിവ് കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലില്ല. ഇപ്പം ഞാനൊരു മെക്കാനിക്കാണ്, എല്ലാ പണിയെടുക്കും. ഞാൻ സകല പണിയും എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ പണി അറിയാനായിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഓരോ വണ്ടിക്കാരൻ, ഓരോ കാറുകാരൻ എൻ്റെ എൻജിൻ്റെ പണിയാണ്, എൻ്റെ ഓയിൽ ചേഞ്ചാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാലേ എനിക്ക് കാശ് കിട്ടൂ. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയാൽ എന്താക്കണോ, ആ ഒരു കസ്റ്റമർ കണ്ട ഞാൻ ബഹുമാനിക്കണോ? ഞാൻ മുണ്ട് കൊടുത്ത ഞാനങ്ങ് മുണ്ട് മാണിക്കിട്ട് അയാൾക്കൊരു ബഹുമാനം കൊടുക്കണം. നാളെ ഇയാൾ വരണം എൻ്റെ അടുത്ത്. നാളെ ഇവർ വന്നാൽ നമുക്ക് പൈസ കിട്ടൂ, നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലാണ്ട് ഞാൻ ഭയങ്കര സംഭവമുള്ള മെക്കാനിക്കാണ്, ഭയങ്കര പിന്നെ കവച്ചൊക്കേണ്ട മെക്കാനിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഒരു ഉറുപ്പ്യ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല, ഞാൻ പോകില്ല. എന്നാൽ ഇവന്മാരോ, ഈ മമ്മൂട്ടി മോഹൻലാൽ അടങ്ങുന്ന സിനിമ നടന്മാരോ, അവർക്ക് ഭയങ്കര എക്സ്കോർട്ട്, അവർ ഭയങ്കര സംഭവം. അവരെ കാണാൻ വേണ്ടി നമ്മൾ അടികൂടണം. എന്തിന്? എടാ, ഞാനും നീയും നയിച്ചുണ്ടാക്കിയ പൈസ ടാക്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൽ നിന്നുള്ള വീതാന്ന് ഞാൻ പറയുന്നില്ല ഇവന്മാർക്ക് കൊടുക്കുന്നേ. ആ കാശിനെ കൊണ്ട് ഇവർ മണിമാടികളും ഓരോ ഉദ്ഘാടനങ്ങളുമായി ഇവർ വലിയ കാശുകാരായേ. എന്നിട്ട് നമ്മളടുത്ത് ഒരു സെൽഫി എടുക്കണമെങ്കിൽ ഇവരെ കാല് പിടിക്കണം നമ്മൾ. ശരിക്കും അങ്ങനെ വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കസ്റ്റമർ, ഞാനൊരു കല്യാണ വീട്ടിൽ പോയാൽ എൻ്റെ വർഷാപ്പിൽ പോകുന്ന സ്ഥിരം കസ്റ്റമറെ കണ്ട് ഞാൻ എൻ്റെ എല്ലാ സംഭവവും മാറ്റി വെച്ച് ഞാൻ അയാളുടെ അടുത്ത് പോയി ലോകം പറയും. എന്തിനാ? നാളെ ഇവൻ എൻ്റെ വർഷാപ്പിൽ എന്നും വരണം, എനിക്കെൻ്റെ ജീവിതം മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ വല്ല VIP പോലെ ഭയങ്കര ഒരുപാട് സമ്പാദിച്ചിട്ടിങ്ങനെ നിന്നിട്ട് കാര്യമുണ്ട? ഞാൻ മാത്രമല്ല, ഞാനടങ്ങുന്ന എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വരും. നമ്മൾ 200, 250, 300 ഓൺലൈനിലോ അല്ലെങ്കിൽ എല്ലാതെയോ പോയി ടാക്സ് കണ്ട് അതിൽ നിന്നുള്ള പൈസ, അതിലെ നികുതി നേരത്തെ പറഞ്ഞ സർക്കാരിലേക്ക് പോയി, ബാക്കി ഈ പ്രൊഡക്ഷനിലേക്ക് പോയി. ആ പൈസയാണ് ഇവർ നക്കി തിന്നുന്നത്. അപ്പോൾ ജനങ്ങൾ ആണ് ഏറ്റവും വലിയ VIP. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
സാധാരണക്കാരന് ഏറ്റവും വലിയ VIP. അതുകൊണ്ട് ഇവരെ മുമ്പിൽ പോയി ചാടി കുഴഞ്ഞ് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാൻ ഒരുത്തരും നിൽക്കാൻ പാടില്ല കേട്ടോ. നെഞ്ഞും മരിച്ചിട്ട് ഒരൊറ്റ ജന്മേ ഉള്ളൂ. നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം ജോലി എടുക്കുക, നല്ല സമ്പാദിക്കുക. രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സകൾ നടത്തി അങ്ങനെ മുന്നോട്ട് പോവുക. ഒരുത്തൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ലടാ കേട്ടാ. അതെല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യം. ഓക്കെ.